ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം, സുദിനം, പ്രണാമം. ഹരിനാമകീർത്തനം ഇപ്പോൾ 55-ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. ശ്ലോകം നോക്കാം. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഈ വരികളിൽ നോക്കാം. യാതൊന്നു കണ്ടതതു, കണ്ണിൽ പെടുന്നതല്ല. അതു നാരായണ പ്രതിമ, നാരായണൻ്റെ ബിംബങ്ങൾ. യാതൊന്നു കേൾപ്പത്, കേൾക്കുന്നതെല്ലാം. അതു നാരായണ ശ്രുതികൾ, നാരായണ കീർത്തനങ്ങൾ. യാതൊന്നു ചെയ്വതത്, ചെയ്യുന്നതെല്ലാം. അതു നാരായണ അർച്ചനകൾ, നാരായണൻ്റെ അർച്ചനകൾ. യാതൊന്ന്, ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹരി, അതെല്ലാം ശ്രീഹരി തന്നെ. നാരായണായ നമ. നാരായണനായി നമസ്കാരം. ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, ഞാൻ കാണുന്നതെല്ലാം നാരായണൻ്റെ പ്രതിരൂപങ്ങളാണ്, കേൾക്കുന്നതെല്ലാം നാരായണ കീർത്തനങ്ങളാണ്, എൻ്റെ പ്രവൃത്തികളെല്ലാം നാരായണൻ്റെ പൂജയാണ്, ഈ പ്രപഞ്ചമാകെ നാരായണമയമാണ്. അങ്ങനെയുള്ള നാരായണന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങുകയാണ്. ഈ വരികളിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, എല്ലാം നാരായണമയം. യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതതു നാരായണ അർച്ചനകൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഏകദേശം നമുക്ക് ഒരു മനസ്സിലാക്കാവുന്ന ഒരു വരികളാണ് ഇതിൽ. ഹരിനാമകീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും ബ്രഹ്മതത്വത്തെക്കുറിച്ചും ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യത്തെക്കുറിച്ചും യോഗവിധികളെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച എഴുത്തച്ഛൻ യോഗചര്യയുടെ പരമോന്നതയിലേക്ക് ഉയർന്ന് തന്നെ മറന്ന് എല്ലാം നാരായണമയമെന്ന ആനന്ദാനുഭൂതിയിൽ മുഴുകി പാടിയതാണിത്. പറയുന്നു മറ്റുള്ള ശ്ലോകങ്ങളിൽ, അതിലൊക്കെ ബ്രഹ്മതത്വത്തെക്കുറിച്ചും പ്രപഞ്ച സത്യത്തെക്കുറിച്ചും ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യത്തെക്കുറിച്ചും യോഗവിധികളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ, ഈ വരികൾ നാരായണനായിട്ട് എല്ലാം സമർപ്പിച്ച്, അല്ലെങ്കിൽ നാരായണമയമെന്ന് പറയുകയാണ് ഇവിടെ എന്നാണ് പറയുന്നത്. എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും ഈശ്വരോന്മുഖമാക്കുക. ഇവിടെ കണ്ണും ചെവിയും മാത്രമേ എടുത്തു പറഞ്ഞുള്ളൂ എങ്കിലും പഞ്ചേന്ദ്രിയങ്ങളും ഈശ്വരസത്ത ഉൾക്കൊള്ളുന്നതായി തീരുന്ന അവസ്ഥയിലാണ് ആചാര്യൻ. എല്ലാ കർമ്മേന്ദ്രിയങ്ങൾക്കും ഈശ്വരസേവയ്ക്ക് മാത്രമുള്ള ഉപാധികളായിത്തീരുക. പ്രപഞ്ചമാകെ ഈശ്വരമയമാണെന്നറിയുക. ഈ അവസ്ഥയിൽ ഈശ്വരനിൽ നിന്ന് അഭിന്നമായി തീരുന്ന വ്യക്തി സർവപ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്നവനായിത്തീരുന്നു. അതായത് നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യണു, അത് ഭഗവാനായി ചെയ്യുന്ന പ്രസാദമായി കരുതുക. നമ്മൾ ഏതൊരു കാഴ്ച കാണുന്നു, അത് നല്ലതോ കെട്ടതോ ആവട്ടെ, അതെല്ലാം ഈശ്വരൻ്റെ ആ നാരായണ പ്രതിമയിൽ കൂടി ഉൾക്കണ്ണുകൊണ്ട് അതിൽ കാണാൻ കഴിയുകയാണെങ്കിൽ എല്ലാം നാരായണമയമായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ അദ്വൈത ഭാവന, ഒന്നെന്ന് എല്ലാം ഏകമയമെന്ന് കാണുമ്പോൾ അവിടെ ഈശ്വരൻ വേറെ എന്നുള്ള ഒരു ഭാവം നമ്മളിൽ നിന്ന് അകന്ന് ഈശ്വരനും ഞാനും പ്രകൃതിയും എല്ലാ ചരാചരങ്ങളും ഞാൻ തന്നെയാണ് എന്ന് ഉള്ള അബോധം നമ്മളിൽ വരുന്നു. ഈ നിലയിലെത്തുന്നതിന് വളരെ അധികം ബുദ്ധിമുട്ടുണ്ട്, അതിന് അഭ്യാസം വേണം. ഇവിടെ ശങ്കര ഭഗവത് പാദർ അതിനുള്ള ലഘുവായ ഒരു അഭ്യാസക്രമം വിവരിച്ചിട്ടുണ്ട് സൗന്ദര്യലഹരി. അതിങ്ങനെയാണ് ശ്ലോകം. ജപോ ജൽപ ശില്പം സകലമഭി മുദ്രാവിരചന, ഗതി പ്രാദക്ഷണ്യക്രമണമശനാദ്യഹുത വിധി, പ്രണാമസംവേശ സുഗമൽ
മഖിലമാത്മാനതൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. പറയണ അതിൽ ആത്മാർപ്പണ ദൃക്കായി ഞാൻ മാറട്ടെ. ഞാൻ ഉച്ചരിക്കുന്നതെല്ലാം നിൻ മന്ത്രജപങ്ങളായി തീരട്ടെ. എൻ്റെ എല്ലാ ചലനങ്ങളും നിൻ്റെ ആരാധനയ്ക്കുള്ള മുദ്രകളായി തീരട്ടെ. എൻ്റെ ഗതി നിൻ്റെ പ്രദക്ഷിണമാകട്ടെ. എൻ്റെ തീറ്റയും കുടിയും നിനക്ക് വേണ്ടിയുള്ള യാഗത്തിലെ ആഹൂതികളായി തീരട്ടെ. ഞാൻ കിടക്കുന്നത് നിൻ്റെ മുന്നിലുള്ള സാഷ്ടാംഗ നമസ്കാരമായി തീരട്ടെ. ആനന്ദത്തിനു വേണ്ടിയുള്ള എൻ്റെ എല്ലാ പ്രവൃത്തികളും നിൻ്റെ സബരയുടെ പര്യായമായി ഭവിക്കട്ടെ എന്നാണ് ആ വരികളോട് പറയുന്നത്. ആചാര്യസ്വാമികൾ വിവരിക്കുന്നത് ഏതെങ്കിലും സമ്പ്രദായപ്രകാരമുള്ള യോഗ സാധനകളോ പൂജാവിധികളോ യാഗങ്ങളോ അല്ല. പക്ഷേ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഭാവന അവയെല്ലാം ഉൾക്കൊള്ളുന്നു. അതിൽ ജപമുണ്ട്, മുദ്രാവിരചനയുണ്ട്, പ്രദക്ഷിണം വയ്ക്കലുണ്ട്, ഹോമമുണ്ട്, നമസ്കാരമുണ്ട്. ഇതിന് വേണ്ടി നമ്മൾ വേറെ സമയം കണ്ടെത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്. എത്ര സാധാരണക്കാരനും ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് ഇതൊക്കെ. കർമ്മങ്ങൾ ദിനചര്യകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന കർമ്മങ്ങൾ. ഇതിന് ദ്രവ്യങ്ങൾ സംഭരിക്കേണ്ടതില്ല, സഹായികളും വേണ്ട. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട, നീരിനു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് എന്ന് മുന്നേ കീർത്തനത്തിൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഇതിനു വേണ്ട എന്നാണ് പറയുന്നത്. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ, നീരിന് വേണ്ട നിജധാരങ്ങൾ, അതൊന്നും ഇവിടെ ആവശ്യമില്ല. ഒരു അടിസ്ഥാന സങ്കല്പം മാത്രം മതി എന്നാണ് ആചാര്യൻ പറയുന്നത്. എല്ലാം നിൻ്റെ സബര്യയായി തീരട്ടെ. ഈ സങ്കല്പം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ മഹായോഗി യോഗീശ്വരനാകുന്നു. ലൗകികനായിരിക്കെ ജീവൻ മുക്തനാകുന്നു എന്നാണ് പറയുന്നത്. ആചാര്യൻ്റെ ആ അദ്വൈതഭാവം ഇവിടെ 3-ാം പദ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അതുതന്നെയാണ് ഇവിടെ ആചാര്യൻ ഒന്നുകൂടിയും ഇവിടെ വ്യക്തമാക്കി പറയുന്നത്. ഇങ്ങനെയുള്ള നാരായണനിൽ നിന്നും ഭിന്നമായി മറ്റൊന്നുമില്ല എന്ന ബോധം എന്നിൽ മനസ്സിലുറയ്ക്കാൻ അനുഗ്രഹിക്കണമേ നാരായണ. ഇന്ദിരവടിക്ക് നമസ്കാരം എന്ന് പറയുന്ന ഇവിടെ എഴുത്തച്ഛൻ. നമ്മൾക്കും ഈ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ സാധാരണക്കാരനും ഏത് യോഗികൾക്കോ ഭോഗികൾക്കോ മറ്റാർക്കും ചെയ്യാൻ പറ്റുന്ന ഈ ഈശ്വര ധ്യാനം അല്ലെങ്കിൽ ഈശ്വരനെ സ്മരിക്കൽ നമുക്കും തുടരാം. അങ്ങനെയുള്ള നാരായണനായി ഞാൻ ഈ വരികൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. ഹരി ഓം.